ബാർക്കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആർ സുകേശൻ ഗൂഢാലോചന നടത്തിയതിന് എന്ത് തെളിവാണുള്ളതെന്ന് ഹൈക്കോടതി. ഗൂഢാലോചന നടത്തിയെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെ സർവീസിൽ തുടരുന്നുവെന്ന് കോടതി ചോദിച്ചു. ക്രൈംബ്രാഞ്ചിനോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടി തടയണമെന്നാവശ്യപ്പെട്ട് കെ എം മാണി നൽകിയ ഹർജി നാളെ പരിഗണിക്കും. ബാർക്കോഴ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എം മാണി ഇന്നലെയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കേസ് അന്വേഷിച്ച SP ആർ സുകേശനും പരാതിക്കാരനായ ബിജു രമേശും ഗൂഢാലോചന നടത്തിയെന്ന് കെ എം മാണിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇക്കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടികൾ നിർത്തിവെക്കണമെന്നും കെ എം മാണി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. SP ആർ സുകേശൻ ഗൂഢാലോചന നടത്തിയതിന് എന്തു തെളിവാണുള്ളതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് സർവീസിൽ തുടരുന്നതെന്നും കോടതി അന്വേഷിച്ചു. സുകേഷിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു കെ എം മാണിയുടെ അഭിഭാഷകന്റെ വാദം. സർക്കാരിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം നാളെ തന്നെ അറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എം മാണി നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ബാർക്കോഴ കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ മാസം 16-ന് പരിഗണിക്കാനിരിക്കെയാണ് കെ എം മാണി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇടക്കാല ഉത്തരവ് വേണമെന്നാവശ്യപ്പെട്ടായിരിക്കും മാണിയുടെ അഭിഭാഷകൻ നാളെ കോടതിയിൽ വാദിക്കുന്നത്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും ഇക്കാര്യത്തിൽ നിർണായകമാകും. റിപ്പോർട്ടർ, കൊച്ചി.